സ്വന്തം നാട് വിട്ട് വേറെ നാടുകളിൽ പോയിട്ട് താമസിക്കുന്ന എല്ലാവരുടെയും ഒരു മെയിൻ പ്രോബ്ലം ഞാൻ കണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രായം എത്തുന്ന വരെ അവർ റെൻറ്റഡ് ഹൗസിലായിരിക്കുമല്ലോ. ആ റെൻറ്റഡ് ഹൗസിൽ അവരൊന്നും ചെയ്യില്ല. പക്ഷേ ഒരു പ്രായം കഴിഞ്ഞ് ഒരു മേ ബി ഒരു 60-65 ഒക്കെ ആകുമ്പോഴാവും അവർ പുതിയ വീടൊക്കെ നാട്ടിൽ വെച്ച് അവർ സെറ്റ് ആവുക. പക്ഷേ ആ സമയമാകുമ്പോഴേക്കും നമുക്ക് ഇൻറ്റീരിയർ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാനോ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ഉറങ്ങിക്കിടന്ന കുറേ ആഗ്രഹങ്ങളുണ്ടായിരിക്കും. എൻ്റെ വീട്ടിൽ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ കുറേ ആഗ്രഹങ്ങളൊക്കെ ഉള്ളത് അതൊന്നും ചെയ്യാതെ ഈ 60-ാമത്തെ വയസ്സിൽ ഒരു വലിയ എടുത്താൽ പൊന്താത്ത വീടും പണിത് നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തണേക്കാട്ടും എത്രയോ നല്ലതാണ് നമ്മുടെ ഉള്ള വീട്ടിൽ ചെറിയ രീതിയിലെങ്കിലും, വലിയ ആർഭാടത്തിലൊന്നും വേണ്ട, നമുക്ക് പറ്റാവുന്ന രീതിയിൽ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. ഈ വീട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുമ്പോണ്ടല്ലോ കിട്ടുന്ന സന്തോഷം, എൻ്റെ കേസിൽ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് തന്നെയാണ് കേട്ടോ. അതായത് ആ സെറ്റായ വീട് കാണാൻ തന്നെ നമ്മുടെ ഒരു പ്രത്യേക രസമാണ്. പിന്നെ മാത്രമല്ല നമ്മൾ ഈ ചെയ്യണം കണ്ടിട്ട് നമ്മുടെ മക്കളും അതുപോലെ തന്നെ വലുതാകുമ്പോൾ ചെയ്യുന്നുള്ളതാണ് എൻ്റെ ഒരു ശുഭാപ്തി വിശ്വാസം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പണ്ടൊക്കെ കുറച്ച് പേരൊക്കെ പറയാറുണ്ട്, എന്തിനാ ഇപ്പോൾ ഇങ്ങനെ റെൻറ്റഡ് ഹൗസിലൊക്കെ ഇത്രയും ചെയ്യേണ്ട ആവശ്യം, റെൻറ്റഡ് ഹൗസിൽ നമ്മൾ എന്തായാലും മാറേണ്ടതല്ലേ, പിന്നെ അവിടെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കാര്യം. പക്ഷെ അത് വിചാരിച്ച് നമ്മുടെ ജീവിതം മൊത്തം കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ പറ്റണ സമയത്ത് ചെയ്യാം, ലീവ് ഇൻ ദ പ്രസൻറ്റ്, അതാണ് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റായിട്ട് ചെയ്തിരിക്കുന്നത് മക്കളുടെ ഒരു ബുക്ക് ഷെൽഫ്. ഐ ജസ്റ്റ് കൺവേർട്ടഡ് ഇറ്റ് ഇൻ ടു എ കിച്ചൺ ബെഞ്ച്. അപ്പോൾ നമ്മുടെ ഈ തട്ടുകട സെറ്റപ്പൊക്കെ ഇല്ലേ, അങ്ങനെ ചെയ്യുന്നത് എനിക്ക് അങ്ങനെ ഇരുന്ന് വർത്താനം പറയാൻ ഭയങ്കര ഇഷ്ടം. കിച്ചണിൽ ഞങ്ങൾ ഒത്തിരി ഇരുന്ന് വർത്താനം പറയും, മക്കളും ഞാനും ഹസ്ബൻഡും എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറയും. അപ്പോൾ അതിന് വേണ്ടി ചെയ്തൊരു സെറ്റപ്പാണ് കേട്ടോ അത്. ഓൾറെഡി ഒരു കുഞ്ഞ് ചെയറും ടേബിളും ഉണ്ട്, ബട്ട് മക്കൾക്കും കൂടി ഇരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മക്കളോട് വല്ല ക്വസ്റ്റ്യൻ ചോദിക്കുകയോ പിടിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ അവർക്ക് വന്നിരിക്കാമല്ലോ, അതിന് വേണ്ടി ചെയ്തൊരു സംഭവമാണ്. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ പഠിച്ചിരുന്നത് ഒരു പക്ഷേ കിച്ചണിലിരുന്നിട്ടായിരിക്കും. വെറുതെ ആണെങ്കിലും അമ്മ ഫ്രണ്ടിൽ എന്തെങ്കിലും പണിയെടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിലും വെറുതെ അമ്മയുടെ മുന്നിലിരുന്ന് പഠിക്കാമെന്ന് പറഞ്ഞാൽ എന്തൊരു പ്രത്യേക സന്തോഷമാണ്. തന്നെ ഇരുന്ന് പഠിക്കുന്നതിനെക്കാട്ടും എൻ്റെ തലയിൽ പെട്ടെന്ന് കയറാം അമ്മയുടെ മുന്നിലിരുന്ന് പഠിക്കുമ്പോഴായിരിക്കും. ദോഷം പറയത്തില്ല, ഞാൻ നല്ലൊരു അമ്മ കുഞ്ഞായി ആയിരുന്നു പണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് അതിനൊരു ഡോറ് വെക്കണം. അപ്പോൾ ഡോറ് ഞാൻ നോക്കിയപ്പോൾ ഈ പഴയ സാധനത്തിന് ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ തട്ടിക്കൂട്ട് കാർഡ്ബോർഡ് വെച്ചിട്ടുള്ള ഡോറ് ചെയ്യാമെന്ന്. പിന്നെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ക്ലാസി ആയിട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വുഡൻ ഗ്രെയിനുള്ള ഒരു അഡ്ഹസീവ് ഷീറ്റൊക്കെ വെച്ച് അത് റാപ്പ് ചെയ്ത്, പിന്നെ ഞാൻ കുറേ ടൈം എടുത്തിട്ടാട്ടോ ചെയ്യുക. അതായത് ഞാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ദിവസങ്ങളിലേക്കും ചെയ്യാം. അങ്ങനെ നമ്മുടെ 5 ഡോറ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ആ ഡോറ് മറ്റേ നമ്മളൊരു ഓപ്പൺ മെക്കാനിസം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാഗ്നറ്റാണ് ഇവിടെ യൂസ് ചെയ്യണത്. അപ്പോൾ ഇത് ഈ ഡിസ്കൗണ്ട് സെൻറ്റേഴ്സിലൊക്കെ കിട്ടുന്ന സാധാരണ മാഗ്നറ്റാട്ടോ. എനിക്ക് തോന്നുന്നു 3 dirhams ഒക്കെ ഉള്ളൂ അതിന്. അപ്പോൾ നമ്മുടെ എത്ര സ്ട്രെങ്ത്ത് വേണം എന്നുള്ളതിനനുസരിച്ച് നമുക്ക് മാഗ്നറ്റ്സ് കൂട്ടാം. ഞാനൊരു 3 മാഗ്നറ്റ്സ് ഓരോ ഡോറുമേ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡോറുമേ അത് വെച്ച് നമുക്ക് ക്ലോസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് നമുക്ക് ആ ഒരു എന്താ പറയുക, ഒരു വിഷ്വൽ ക്ലട്ടറിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യണത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഈ ഓപ്പൺ സ്പേസൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ നമ്മുടെ ഡോർസൊക്കെ റെഡിയായ സ്ഥിതിക്ക് അടുത്ത സ്റ്റെപ്പ് അത് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ആദ്യം ടെമൂന്ന് വാങ്ങിച്ചൊരു ഡബിൾ സൈഡഡ് സ്റ്റിക്കർ യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്യാൻ നോക്കിയത്. ആവേശത്തിൻ്റെ പുറത്ത് ഒരു 5 എണ്ണമൊക്കെ ഒട്ടിച്ച് ഞാൻ ചെയ്യാൻ നോക്കി. പക്ഷേ സ്ട്രെങ്ത്ത് കുറവായ കാരണം പിന്നെ ഞാനത് ഗ്ലൂ ഗൺ വെച്ച് റീപ്ലേസ് ചെയ്തു. പക്ഷേ ഗ്ലൂ ഗൺ വെച്ചിട്ട് പക്കായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ 3 മാഗ്നറ്റ്സിലാണ് എൻ്റെ പേർപ്പസ് സെർവ് ചെയ്തത്. ഇപ്പം കണ്ടോ, ശരിക്കും ഒരു ഡോറ് പോലെ തന്നെ ആ ഒരു എന്താ പറയുക ബുക്ക് ഷെൽഫിൻ്റെ പ്രൊഫൈലേ മാറി. അപ്പോൾ അടുത്ത DIY എന്ന് പറയുന്നത് കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, ഒരു ഐലൻഡ് കിച്ചൺ വേണമെന്നുള്ളത്. ഇപ്പോൾ ഈ റെൻറ്റഡ് ഹൗസിൽ നമുക്ക് ഐലൻഡ് കിച്ചൺ പണിയാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു കിച്ചൺ ക്യാബിനറ്റ് കിച്ചൻ്റെ സെൻറ്ററിലോട്ട് ഇട്ടിട്ട് അത് നമ്മൾ ഐലൻഡ് കിച്ചണായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോകാം കേട്ടോ. ആക്ച്വലി സ്പീക്കിംഗ് ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് ഈ വുഡൻ ഗ്രെയിൻ അഡ്ഹസീവ് ഷീറ്റ് വാങ്ങിയത്. പക്ഷേ അതിൻ്റെ ബാക്കി വന്നത് വെച്ചിട്ടാണ് ഞാൻ ആ മറ്റേ ബുക്ക് ഷെൽഫിനും കൂടെ റാപ്പ് ചെയ്തത്. അപ്പോൾ ഇങ്ങനത്തെ ഷീറ്റിൽ ഈ ബാക്കിൽ ഇങ്ങനത്തെ മാർക്സ് കൊടുത്തിരിക്കുന്നത് ഭയങ്കര ഈസി ആക്കും കേട്ടോ നമുക്ക് കട്ട് ചെയ്യാനൊക്കെ. പിന്നെ ഞാനിത് വാങ്ങിയത് ടെമൂന്നാണ്. നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഐ വുഡ് റാദർ പ്രിഫർ ടു ബൈ ഫ്രം ആമസോൺ. കാരണം ആമസോണിലത്തെ സെൽഫ് അഡ്ഹസീവ് ഷീറ്റ് ഒന്നും കൂടെ നല്ല കട്ടിയുള്ള ഷീറ്റാട്ടോ. എസ്പെഷ്യലി മറ്റേ ഗ്രാനൈറ്റ് കോൺടാക്ട് പേപ്പറും അതുപോലെ മാർബിൾ കോൺടാക്ട് പേപ്പറൊക്കെ നല്ല കട്ടിയായിരുന്നു. ടെമൂലത്തെ ഐറ്റം നല്ലതാണ്, ലൈക്ക് ഫിനിഷിംഗ് ഒന്നും കുഴപ്പമില്ല. പക്ഷേ കണ്ടോ, ഈ ബാക്കിൽ ഈ ഒരു ഫോയിൽ ഫിനിഷ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒട്ടിക്കാൻ മറ്റേതിൻ്റെ അത്ര സ്മൂത്ത് അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നുകൂടെ അതായിരിക്കും പ്രിഫർ ചെയ്യുക കേട്ടോ. ഇത് കൗണ്ടർ ടോപ്പ് ഞാനിത് മുന്നേ ചെയ്തിട്ടുള്ളതാണ്, ഗ്രാനൈറ്റിൻ്റെ കോൺടാക്ട് പേപ്പർ. ഇതെനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 3 years ആയിട്ടുണ്ടാവും ഇത് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ സെയിം തന്നെ ഗ്രാനൈറ്റിൻ്റെ പേപ്പറാണ്. ഇതിൻ്റെ ടെക്സ്ചറൊക്കെ നല്ല അടിപൊളിയാണ്, വാട്ടർ പ്രൂഫും ആണ്, ഓയിൽ പ്രൂഫും ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ആമസോണിൽ വാങ്ങിയപ്പോഴും കുറച്ച് കട്ടി കുറവുണ്ട്. അത് ഉണ്ടാവും, ഇതാണ് സംഭവം. ടെമൂന്ന് വാങ്ങിച്ച 2 എണ്ണത്തിൻ്റെയും താഴെ ഇങ്ങനെ അലുമിനിയം ഫോയിൽ പോലെയാണ്. സത്യത്തിൽ ഇതിലും കട്ടി ഉണ്ടായിരുന്നു ആമസോണിൽ നിന്ന് വാങ്ങിയപ്പം.
ക്വാളിറ്റി വൈസ് ആണെങ്കിലും എനിക്ക് ഒന്നുകൂടെ ഇഷ്ടപ്പെട്ടത് ആമസോണിൽ നിന്നാണ്. പക്ഷേ നമ്മളിപ്പം ഇത് വാങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 2 weeks ആയി. അപ്പോൾ അതുകൊണ്ട് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. ഞാൻ മുന്നത്തെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയതൊക്കെ റിട്ടേൺ ചെയ്തായിരുന്നു. ചിലതിൻ്റെ ക്വാളിറ്റി, പക്ഷേ വേറെ പലതും വളരെ നല്ല സാധനങ്ങളായിരുന്നു കേട്ടോ. അപ്പം നമ്മളിതിങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാം. ഫോൾഡ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ഒട്ടിക്കാനൊന്നും കൂടെ എളുപ്പമുണ്ടാവും. ഈ താഴത്തെ ഭാഗം ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ സ്റ്റിക്ക് ചെയ്യണതാണ് ശ്രദ്ധിച്ച് ചെയ്യേണ്ടത്. നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഇത് ചെയ്യണമെങ്കിൽ എപ്പോഴും 2 പേര് കൂടെ ചെയ്യണതായിരിക്കും കേട്ടോ നല്ലത്. ഞാൻ പിന്നെ ഇത് മുന്നേ കുറേ ചെയ്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഈ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ രാത്രി ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ ഞാൻ തന്നെയുള്ളപ്പോൾ ചെയ്യുന്നത്. പിന്നെ 1-2 ബബിൾസൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ബബിൾസ് നമ്മൾ പതുക്കെ ഒട്ടിച്ചതിന് ശേഷം പതുക്കെ കൈ വെച്ച് ഇങ്ങനെ സ്മൂത്തൻ ചെയ്ത് കൊടുത്താൽ മതി. ചിലർ മറ്റേ കാർഡ് വെച്ചിട്ട് ചെയ്യും കേട്ടോ. പക്ഷേ എനിക്ക് കാർഡിനെക്കാട്ടും ഒന്നും കൂടെ എളുപ്പം കൈ വെച്ച് ചെയ്യണതാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുത്ത് എഗെയിൻ ഒന്ന് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇവിടെ ഓൾറെഡി ഹീറ്റ് കാരണം ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മുടെ ഐലൻഡ് ടേബിളിൻ്റെ മുകളിലത്തെ കൗണ്ടർ ടോപ്പ് പാർട്ടും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അവിടെ വെക്കാനുള്ള കുറച്ച് ഡെക്കർ ഐറ്റംസും കാര്യങ്ങളൊക്കെ കൊണ്ട് വെക്കാം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു റൗണ്ട് ട്രേയിലാണ് ഓയിലും കാര്യങ്ങളൊക്കെ വെക്കാം. അതിൻ്റെ താഴെ ഞാൻ കുറച്ച് ടിഷ്യൂ വെക്കും. അപ്പം ഈ ഓയിൽ അഥവാ കുറച്ച് ലീക്കേജ് വന്നാൽ പോലും അതിലേക്ക് ആയിക്കോളുമല്ലോ. ഇത് ഞങ്ങളുടെ കിച്ചണിൽ തന്നെയുള്ള വേറൊരു ഏരിയ ആണ്. അത് ഞാൻ കുറച്ച് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു നോർമൽ ഒരു വുഡൻ പ്ലാങ്ക് വെച്ചിട്ട് അതിൻ്റെ മീതിയും ഈ സെയിം സാധനം വെച്ചിട്ട് തന്നെ റാപ്പ് ചെയ്ത് കൊടുത്തു. കിച്ചൺ ബോറിംഗ് ആവാതിരിക്കാൻ ഇങ്ങനെ കുറച്ച് എലമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാട്ടോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനത്തെ വീഡിയോസ് ഇടാറുണ്ട്. ലൈക്ക് എനിക്ക് കിച്ചണിൽ കുറേ നേരം നിൽക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ആക്സസറീസും എലമെൻറ്റ്സ് ഒക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ കൊണ്ട് വയ്ക്കും. ഇനി നമ്മുടെ 3rd മേക്ക് ഓവറായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മേക്ക് ഓവർ കേട്ടോ. ഞാനൊരു തൃശ്ശൂർക്കാരി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ ലൈറ്റ്സ്, ഫയർ വർക്ക്സ് അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കിച്ചണിൽ ഞാനൊരു സർപ്രൈസിങ് എലമെൻറ്റ്, ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ടെമൂന്ന് വാങ്ങിച്ചതാണ് ഈ LED സ്ട്രിപ്പ് ലൈറ്റ്. 10 തരത്തിന് താഴെ മോഡുലർ കിച്ചൻ്റെ ഒരു എഫക്റ്റും ഒരു പ്രതീതിയും നമ്മുടെ കിച്ചണിൽ കൊണ്ടുവരാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? പക്ഷേ അതിന് ഈ ഒരു ഐറ്റം മാത്രം മതി. ഇത് കണ്ട, ഇതാണ് LED സ്ട്രിപ്പ് ലൈറ്റ്. നമ്മുടെ ഇപ്പോഴത്തെ മോഡുലർ കിച്ചണിലൊക്കെ കണ്ടുവരുന്ന ഈ കൺസീൽഡ് ലൈറ്റിങ്ങിൻ്റെയൊക്കെ സെയിം ഇഫക്റ്റും ആ സെയിം വൈബ് തന്നെ ഈ ഒരു 6 തരത്തിൻ്റെ ഒരു ഐറ്റത്തിന് കൊണ്ടുവരാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഇത് ഇൻസ്റ്റാൾ ചെയ്തു. ഇപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആയിട്ടൊരു കിച്ചണിലൊരു പുതിയ വൈബൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു. പക്ഷേ എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് മാത്രമല്ല, എൻ്റെ കിച്ചണിൽ വരുന്ന എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എലമെൻറ്റ് ഇത് തന്നെയാണ്. അങ്ങനെ ഒരു 1.5 മണിക്കൂർ നേരത്തെ ഒരു എഫേർട്ട് സക്സസ്ഫുള്ളായി. മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമായിട്ടോ ലൈറ്റ് കണ്ടപ്പോൾ. നൈറ്റ് ടൈമിൽ ഈ ഒരു ലൈറ്റ് മാത്രം ഇട്ടാലുണ്ടല്ലോ ഒരു പ്രത്യേക വൈബാട്ടോ. അപ്പോൾ ഈ ചെയ്ത 3 മേക്ക് ഓവേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. താങ്ക് യു.